ഹലോ, അപ്പോൾ നമ്മുടെ കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ഇതെന്ത് റെസിപ്പിയാണെന്ന്. നമ്മൾ സാധാരണ പാലൈസ് പണ്ട് കാലം എന്നല്ല, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ സൈക്കിളിലൊക്കെ ഇങ്ങനത്തെ പാലൈസൊക്കെ കൊണ്ടുപോകാറുണ്ട്. അത് നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ഒരു ടൈമിലെന്ന് വെച്ചാൽ നമ്മൾ അധികം ഇങ്ങനെ കഴിക്കാറില്ല. കാരണം വെച്ചാൽ ഒന്നാമത് ഹൈജീൻ്റെ നമ്മുടെ വൃത്തിയുടെ പ്രശ്നം കൊണ്ട് നമ്മൾ തന്നെ നമ്മളെ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാറില്ല. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഇഷ്ടപ്പെട്ട പാലൈസ് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് പാൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിയാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി കോൺഫ്ലോർ ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര മധുരം നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അവിടെ വെക്കുക. ഇനി ഞാൻ സ്റ്റൗ ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്ര നേരം ഞാൻ വെറുതെ മിക്സ് ചെയ്യുകയാണല്ലോ ചെയ്തത്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ മൈദപ്പൊടിയല്ലേ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഇത് നമ്മൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ പെട്ടെന്ന് കുറുകിപ്പോവും. ഇത് കുറുകാൻ പാടില്ല. നമുക്കൊരു ഒഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒരു തിള വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മളിത് തിളപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ഓവർ കട്ടിയായി പോവും. അങ്ങനെയാണ് നമ്മൾ ഐസ് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു മാവ് കണക്കിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി തിളപ്പിച്ച പാലാണ് എടുക്കുന്നതെങ്കിൽ ഇതിലും കൂടുതൽ സൗകര്യമായിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ഓഫാക്കിയിട്ട് ഇതുപോലൊരു മഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. സാധാരണ നമ്മളൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത്രയല്ല. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ മൗൾഡിലേക്ക് ഒഴിക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു മൗൾഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിൽ ഗ്ലാസ് എടുത്താലും മതി. അതിലേക്ക് ഒരു സ്റ്റിക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റിക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ചെറിയ പൈസയേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിലും ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം എന്താ പറയുക, മുഴുവനായിട്ട് ഒഴിക്കണ്ട. ചിലപ്പോൾ നമുക്ക് മൗൾഡിൽ നിന്ന് വേർപെടുത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലത്തെ മൗൾഡ് ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിൻ്റെ ടോപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു പ്രൈസേ ഉള്ളൂ. ഈ മൗൾഡിനൊക്കെ വാങ്ങിക്കാൻ നമുക്ക് പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ചെറിയ പൈസ ഉള്ളൊരു മൗൾഡാണ്. അപ്പോൾ ഞാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 3-4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കാം. ഐസ് ആവേണ്ട ടൈം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇപ്പം നമ്മുടെ ഐസ് നന്നായിട്ട് കട്ടയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിൽ ഒരു 30 സെക്കൻഡ്, അതായത് 1, 2, 3, 30 വരെ എണ്ണുന്നവരെ വെച്ചാൽ മതി. അപ്പോൾ ആ ടൈം വെച്ചിട്ട് ഇത് പുറത്തേക്ക് എടുത്താൽ മതി. ഓവർ വെച്ച് കഴിഞ്ഞാൽ ലൂസായി പോവും. അപ്പോൾ ഇപ്പം ഞാൻ ഓരോന്നായിട്ട് വിട്ടിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നല്ല ഷേപ്പിൽ നമ്മൾ പണ്ടൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാം അങ്ങനെ അലിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനിയിപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ചിലപ്പോൾ പെട്ടെന്ന് അലിയാൻ സാധ്യതയുണ്ട്. കാരണം കുറച്ച് ടൈം വെക്കുന്നുണ്ടല്ലോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി പുറത്ത് കുറച്ച് ഇപ്പം തന്നെ കുറച്ച് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 3 എടുത്ത് വെച്ചിട്ടുള്ളൂ. ബാക്കി ഫ്രീസറിൽ തന്നെ കൊണ്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വെറും പാൽ കൊണ്ട് ഉണ്ടാക്കി ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്. ഇനി സേമിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് സേമിയയും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. ആ മൈദ ഇടുന്ന സമയത്ത് തന്നെ സേമിയ ചേർത്താലും മതി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.